ഹായ് ഫ്രണ്ട്സ്, വിൻ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സ്വന്തമായ ഒരു സംരംഭം തുടങ്ങുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു ആഗ്രഹമായിരിക്കും. അങ്ങനെ ഒരു സംരംഭം തുടങ്ങുന്ന സമയത്ത് എല്ലാവർക്കും ഉള്ള ഒരു ആശങ്കയാണ്, ഇതിന് എന്തൊക്കെ ചിലവ് വരും, അതുപോലെ ഇത് തുടങ്ങാൻ ഒരുപാട് പ്രയാസമുണ്ടോ എന്നുള്ളതൊക്കെ ആളുകൾക്കുള്ള ഒരു ആശങ്കയാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ പോകുന്നത് ചെറിയ ചെലവിൽ സ്വന്തമായൊരു സംരംഭം എന്നുള്ള രീതിയിൽ ആരംഭിച്ചിട്ടുള്ള ഒരു മില്ലിനെ കുറിച്ചാണ്. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ താനൂരിനടുത്ത് പുത്തൻതെരുവ് എന്നുള്ള സ്ഥലത്താണ്. ഇവിടെ ഗ്രാൻഡ് റൈസ് ആൻഡ് ഫ്ലോർ മില്ലിലാണ് ഞാനിപ്പോൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവരുടെ വിശേഷങ്ങൾ എന്താണ്, എന്തൊക്കെ പ്രൊഡക്റ്റുകളാണ് ഇവരിവിടെ ഉണ്ടാക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ എല്ലാവരും നേരെ വീഡിയോയിലേക്ക് ക്ഷണിക്കും. ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് ഈ സ്ഥാപനത്തിൻ്റെ പ്രൊപ്പറേറ്റർ കൂടിയായിട്ടുള്ള ബഷീറാക്കിയാണ്. നമുക്ക് ബഷീറാക്കാണ്ട് ചോദിക്കാം. ബഷീറാക്ക, നമ്മളിപ്പോൾ ഈ മില്ല് തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര കാലമായിട്ടുണ്ടാവും? ഈ മില്ല് തുടങ്ങിയിട്ടൊരു 5 മാസം പ്രവർത്തനം തുടങ്ങിയിട്ട് ആയി. 5 മാസമായിട്ടുള്ളൂ നമ്മൾ മില്ല് സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ ഇവിടെ എങ്ങനെ മില്ലുകൾ മുമ്പ് ഉണ്ടായിരുന്നോ? ഇവിടെ മില്ലുകൾ മുമ്പ് ഉണ്ടായിട്ടില്ല. ഇല്ല, അപ്പോഴാണ് പുതിയതായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളിപ്പോൾ പ്രധാനമായിട്ട് ഇവിടെ എന്തൊക്കെ ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവിടെ നമ്മൾ വെളിച്ചെണ്ണ, എണ്ണ, അരിപ്പൊടി, അതുപോലെ മുളക്, മല്ലി, മഞ്ഞൾ, എല്ലാ സാധനങ്ങളും നമ്മൾ ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. ജനങ്ങൾ കൊടുക്കുന്നത് പൊടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ 2 സംഭവമുണ്ട്. നമ്മൾ പ്രധാനമായിട്ട് ഇവിടെ ചെയ്യുന്നത് മുളക്, മല്ലി, മഞ്ഞൾ, അരിപ്പൊടി, രാഗിപ്പൊടി, പിന്നെ ഗോതമ്പ്, പൂളപ്പൊടി, വെളിച്ചെണ്ണ, എണ്ണ, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇവിടെ ആൾക്കാർ കൊടുന്ന് പൊടിച്ചതിന് മാത്രമാണോ ചെയ്യുന്നത്, അതോ അല്ലാതെ നമ്മൾ തന്നെ ചെയ്യുന്നുണ്ടോ? നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് പിന്നെ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ എടുത്തിട്ട്, അരിയാണെങ്കിലും മുളക്, മല്ലിയൊക്കെ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് എടുക്കുന്നത്. അത് വറുത്ത് പൊടിച്ച് നമ്മൾ വിൽക്കുന്നുണ്ട്, അല്ലാതെയും വിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ കൊടുന്ന് തരുന്ന ആളുകൾക്ക് നമ്മൾ അങ്ങനെ പൊടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ കൊടുന്ന് തരുന്ന ജനങ്ങൾക്കും നമ്മൾ വറുത്ത് കൊടുക്കുന്നുണ്ട്, പൊടിച്ചിട്ട് വറുത്ത് കൊടുക്കുന്നുണ്ട്, എല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾ വറുത്ത് കൊടുക്കും. അതല്ല, നമ്മൾ എടുക്കുകയാണെങ്കിലും നമ്മൾ കഴുകി ഉണക്കിയിട്ട് വറുത്തിട്ടാണ് പൊടിക്കുന്നത്. എല്ലാം അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് എല്ലാം. പിന്നെ അതേപോലെ ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് എങ്ങനെ ചെയ്യുന്നത്? വെളിച്ചെണ്ണ നമ്മൾ കൊപ്ര വാങ്ങിയിട്ട്, അതല്ലെങ്കിൽ തേങ്ങ എടുത്തിട്ട് നമ്മൾ പൊളിച്ചിട്ട് പിന്നെ ഉണക്കിയിട്ടാണ് നമ്മൾ വെളിച്ചെണ്ണ. അത് ഡ്രയറിലൊക്കെ ഇട്ട് ഉണക്കിയെടുത്ത് ഡയറിലിട്ടിട്ട് ഉണക്കുന്നതാണ് ഇവിടെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത് നമ്മള് എക്സ്പെല്ലറിൽ ഇട്ട് ആട്ടി നമ്മള് ഫിൽട്ടർ ചെയ്തിട്ടാണ് വിൽക്കുന്നത്. വെക്കുന്നത്. അപ്പൊ 1-2 ദിവസമൊക്കെ നമ്മൾ സൂക്ഷിച്ച് അതിലുള്ള കേടും അല്ലെങ്കിൽ ആ തരികളൊക്കെ പോയി നല്ല എണ്ണ ആക്കിയിട്ട് നല്ല വെളിച്ചെണ്ണ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ആളുകളുടെ ഒക്കെ ഒരു അഭിപ്രായം ഇപ്പൊ നമ്മൾ തുടങ്ങിയതിന് ശേഷം ആളുകളുടെ അഭിപ്രായം നല്ലൊരു അഭിപ്രായമാണ്. ജനങ്ങള് നമ്മളെടുത്തേക്ക് സാധനങ്ങൾക്ക് തെരഞ്ഞു വരുന്നുണ്ട്. നമ്മളിപ്പോ 5 കിലോന്റെ പാക്കറ്റ് ആയിട്ടും കൊടുക്കണ്ടോ? 5 കിലോന്റെ പാക്കറ്റ് ആയിട്ടാണ് നമ്മളിത് ഇവിടെ വിൽക്കുന്നത്. പിന്നെ ചോദിച്ചു വരുന്നവർക്ക് 1 കിലോനും 2 കിലോനൊക്കെ ആയിട്ട് നമ്മൾ ആവശ്യാനുസരണം നമ്മൾ അവർക്ക് പാക്കറ്റ് ചെയ്ത് കൊടുക്കും. ഇവിടെ ഇതിപ്പോ വറുത്ത് ഇത് കഴുകി പൊടിച്ച അരിപ്പൊടിയാണ്. നമ്മളിവിടെ പ്രധാനമായിട്ട് എന്തൊക്കെ മെഷീനറീസ് ആണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്? ഈ മെഷീന് പച്ചരി പൊടിക്കുന്നതാണ്. ഈ മെഷീന് നനഞ്ഞ പച്ചരി, ചോറ്റേരി ഒക്കെ പൊടിക്കുന്നതാണ്. ഈ മെഷീനിൽ ഇവിടെ മുളക് പൊടിക്കുന്നതാണ്. ഈ മെഷീനിൽ ഇവിടെ മല്ലി, മഞ്ഞൾ പൊടിക്കുന്നതാണ്. ഈ മെഷീന് രാഗി, ഗോതമ്പ് പൊടിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പൊടിക്കുന്ന യൂണിറ്റ് മുഴുവൻ ഈ ഭാഗത്താണ് വരുന്നത്. പൊടിക്കുന്ന യൂണിറ്റ് മൊത്തം ഈ ഭാഗത്ത് കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റ് എണ്ണ അങ്ങനത്തെ പൊടിപാറ് അങ്ങനത്തെ പ്രയാസങ്ങളൊന്നുമില്ല. അതിന് വേറെ തന്നെ നമ്മൾ വേറെ സെക്ഷനായിട്ട് തന്നെ നല്ല വൃത്തിയിൽ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഈ മെഷീനൊക്കെ എങ്ങനെയുണ്ട്, എന്താണ് അതിന്റെ ഒക്കെ ഒരു സ്ഥിതി? വല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ വർക്ക് ചെയ്യുന്ന മെഷീനാണ്. നല്ല മെഷീനായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. ഇതുവരെയായിട്ട് ഒരു ബുദ്ധിമുട്ടും പ്രയാസവും കംപ്ലൈന്റുകൾ ഇതുവരെയായിട്ട് വന്നിട്ടില്ല. ഈ മെഷീനിലാണ് നമ്മൾ വെളിച്ചെണ്ണ ആട്ടുന്നത്. ഇതിൽ നമ്മൾ കൊപ്ര ഇട്ട് കഴിഞ്ഞാൽ അത് ആട്ടി എണ്ണ ആയിട്ട് നമ്മൾ കൊപ്ര ഇട്ട് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ആയിട്ട് വരും, പുണ്ണാക്കായിട്ട് ഇവിടെയും വരും. വെളിച്ചെണ്ണ താഴെ നമ്മൾ സ്റ്റോർ ചെയ്യും. പിണ്ണാക്ക് ഇങ്ങോട്ട് താഴെ വെളിച്ചെണ്ണ സ്റ്റോർ ചെയ്യാനുള്ള സജ്ജീകരണം ഇവിടെ ഉണ്ട്. പിണ്ണാക്ക് താഴെട്ടുണ്ട് വരും ചെയ്യും. വെളിച്ചെണ്ണ നമ്മൾ ആട്ടിയതിന് ശേഷം
ഫിൽട്ടർ ചെയ്യുന്നതാണ്. ഫിൽട്ടർ ചെയ്തിട്ട് വെളിച്ചെണ്ണ നമ്മൾ സ്റ്റോറേജിൽ സൂക്ഷിക്കുന്ന സജ്ജീകരണമാണ് ഇവിടെ ഉള്ളത്. ഇത് നമ്മൾ കൊപ്ര കട്ട് ചെയ്യുന്ന മെഷീനാണ്. ആട്ടാൻ നേരത്തെ നമ്മളിത് കൊപ്ര കട്ട് ചെയ്തിട്ടാണ് ആട്ടൽ. ഇതാണ് ഡയർ, നമ്മൾ തേങ്ങ ഉണക്കുന്ന മെഷീന്. നമ്മൾ തേങ്ങ കൊടുന്നിട്ട് വെട്ടിച്ച് പിന്നെ കൊപ്ര ആക്കിയിട്ട് 12 മണിക്കൂർ ആദ്യം നമ്മൾ പൊട്ടിച്ചും കണ്ട് വെച്ചിട്ട് ഉണക്കും. അതിൻ്റെ ശേഷം ചിരട്ട അടുത്തതിൻ്റെ ശേഷം 12 മണിക്കൂറും കൂടി വെക്കും. അതിൻ്റെ ശേഷമാണ് നമുക്ക് ആട്ടാൻ സുഖമായിട്ട് ആട്ടാൻ കഴിയും. അപ്പോൾ ഇതിൽ വെച്ച് നമ്മൾ തേങ്ങ ഉണക്കി കൊപ്ര ആക്കി അതിന് ശേഷം പിന്നെ കൊപ്ര കട്ടറിൽ വെച്ച് കട്ട് ചെയ്യും. ഇതിൽ ആട്ടി ഉണക്കിയതിൻ്റെ ശേഷം 12 മണിക്കൂർ ലാസ്റ്റ് പിന്നെ അടത്തിൻ്റെ ശേഷം വെച്ചതിൻ്റെ ശേഷം കൊപ്ര കട്ടയും കൊണ്ടുപോയിട്ട് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ആട്ടൽ. ആ കൊപ്ര കട്ടറിൽ ഇട്ട് അത് കഷ്ണങ്ങളാക്കിയതിൻ്റെ ശേഷം പിന്നെ എക്സ്പെല്ലറിലിട്ട് ആട്ടിയെടുക്കും. അരി നനഞ്ഞ അരി വറുത്ത് പിന്നെ പൊടിച്ചതിൻ്റെ ശേഷം വറുത്ത് കൊടുക്കുന്ന മെഷീനാണിത്. ഇത് ഇലക്ട്രിക് റോസ്റ്റർ ആണ് അല്ലേ? ഇലക്ട്രിക് റോസ്റ്റർ ആണ്. അപ്പൊ നമ്മൾ അരി ഇതിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് മിക്സായി വറുത്ത് അരി ഇതിലിട്ട് കഴിഞ്ഞാൽ നമ്മൾ മിക്സ് ആയിട്ട് വറുത്ത് കൊടുക്കും. ഇത് ഗ്യാസും കൂടി ഉപയോഗിച്ചു ഗ്യാസിന് അത് ചൂടാവും, പിന്നെ കറണ്ടിന് വർക്കിംഗ് ചെയ്യും. ഇത് നമ്മൾ പച്ചരി പൊടിച്ചത് കൂളിംഗ് ടവറായിട്ട് ഇട്ടതാണിത്. തണുക്കാനും വേണ്ടിയിട്ട് നല്ല രീതിയിൽ തണുത്തതിന് ശേഷം പാക്കറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് വിൽക്കുന്നത്. നമുക്കുള്ള ലോണുകളൊക്കെ ശരിയാക്കി തന്നിട്ടുള്ളത് പെരിന്തൽമണ്ണുള്ള വിന്നർ അസോസിയേഷനാണ്. നമ്മൾ തന്നെ ഗ്രാമീണ ബാങ്ക് ഒയ്യൂരിൽ നിന്നാണ് അവർ നമുക്ക് ലോൺ എടുത്തു തന്നിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളും സുഖമായിട്ട് തന്നെ എടുത്തു തന്നിട്ടുണ്ട്. നമ്മൾ ഒന്നും അറിഞ്ഞിട്ടില്ല. പിന്നെ എല്ലാ പേപ്പറുകളും എല്ലാം അവർ ക്ലിയറാക്കി തന്ന് ലോണൊക്കെ എത്രയും പെട്ടെന്ന് നമ്മൾക്ക് കിട്ടുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഗ്രാൻഡ് റൈസ് മില്ലിലെ വിശേഷങ്ങളെല്ലാം കണ്ടു. ഇവരെങ്ങനെയൊക്കെയാണ് ഇവിടെ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നത്, എന്തൊക്കെ മെഷീനറീസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്, ഇതിന് ഇവർക്ക് ആവശ്യമായിട്ടുള്ള ലോണ് എവിടെ നിന്നാണ് ലഭിച്ചത്, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഇവർ വളരെ വിശദമായി പറയുകയും അത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ സ്വന്തമായൊരു ബിസിനസ് തുടങ്ങാൻ, ഒരു സംരംഭം തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഇപ്പോൾ തന്നെ വിന്നർ അസോസിയേറ്റ്സുമായി ബന്ധപ്പെടുക. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ലൈസൻസുകളും സപ്പോർട്ടുകളും പ്രൊജക്ട് റിപ്പോർട്ട് അതുപോലെ സബ്സിഡി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വളരെ ഉത്തരവാദിത്വത്തോടു കൂടി നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലൊരു യൂണിറ്റ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും ഇപ്പോൾ തന്നെ വിന്നർ അസോസിയേറ്റ്സുമായി ബന്ധപ്പെടുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു യൂണിറ്റിൻ്റെ വിശേഷവുമായി നമുക്ക് കാണാം.